ഐയുടെ സഹായത്തോടെ UDF-നെ അട്ടിമറിക്കാൻ 2 പഞ്ചായത്ത് വാർഡിൽ നമ്മൾ സംസാരിച്ചത് SDPI ജയിച്ച വാർഡിലാണ്. അവിടെ നിന്നാണ്. എത്ര സ്ഥലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി SDPI ആയിട്ട് നിങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട്, ഒരുമിച്ച് നിന്നിട്ടുണ്ട്? നിങ്ങൾ എത്ര ഇടങ്ങളിൽ ഒരേപോലെ? എന്നിട്ട് പറയാണ്, മലപ്പുറത്ത് വന്നിട്ട് പിണറായി വിജയൻ പറയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സാദിഖ് അലി തങ്ങളുടെ ബന്ധത്തെ പരിശോധിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ബഹുമാന്യനായ സഖാവ് പിണറായി വിജയ, നിങ്ങൾക്ക് മുസ്ലിം ലീഗിന് നിങ്ങൾക്കും സാദിഖ് അലി തങ്ങൾക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തായാലും ആവശ്യമില്ല. പ്രത്യേകിച്ച് താങ്കളെ പോലെ ഒരു അർദ്ധസംഖ്യയുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പുല്ലിന്റെ വില മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്. നിങ്ങളെക്കാൾ വലിയ സംഖ്യ വേറെ ഏതാണുള്ളത്? നിങ്ങളെക്കാൾ വലിയ. ഞാൻ നാളെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോ ചില നമ്മുടെ നാട്ടിൽ ഇന്ത്യ ഒന്നും അറിയാത്ത ആളുകൾ എന്താണ് മോഹൻ ഭഗവത് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ബേജാറായിട്ടില്ലേ? എന്താ ഇയാള് പറയുന്നത്? മോദി പറയുമ്പോ, അമിത്ഷാ പറയുമ്പോ ഒന്നും വേണ്ട, TV ഓഫ് ആക്കുക, മലയാള ചാനൽ ഇടുക, പിണറായി വിജയൻ പറയും നോക്കിയാൽ മതി. ഇതിന്റെ സ്നേഹ മലയാളമാണ് മൂപ്പര് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു വ്യത്യാസമില്ല. ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതന്നെയാണ് വിജയരാഘവൻ പറയുന്നത്, ഇതന്നെയാണ് മോഹനം പറയുന്നത്, ഇതന്നെയാണ് പ്രതിഭ പറയുന്നത്, ഇത് തന്നെയാണ് പാലൊളി എന്ന് പറയുന്ന ഈ വയോധികനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ പുതിയ ആള് വരികയാണ്. പുതിയ തെരഞ്ഞെടുപ്പ് ആയി സമയമായി. ഞാൻ പറയുന്നത്, നിങ്ങൾ പുറത്തുനിന്ന് ആളെ നോക്കണ്ട, പിണറായി വിനോദ് നോമിനേഷൻ കൊടുക്കാൻ പറയും. സുന്ദരമായിട്ട് BJP-ക്കാർ പ്രസിഡന്റ് ആയിക്കോളും. അല്ലെങ്കിലും സുരേന്ദ്രന്റെ പണിയല്ലേ പിണറായി വിജയ നിങ്ങൾ പിടുത്തോണ്ടിരിക്കുന്നത്? വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ എന്താണ് നടപ്പിലാക്കുന്നത് എന്ന് ബേജാറാവണ്ട. പിണറായി വിജയൻ കേരളത്തിൽ എന്താണ് നടപ്പിലാക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓണംപള്ളി ഉസ്താദും ഞാനും ഒക്കെ നിലമ്പൂരിൽ ഒരു മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യർ അന്ന് അവിടെ അതിഥിയായിട്ട് ആ പരിപാടിക്ക് ഉണ്ടായിരുന്നു. നാർഹുദയുടെ പരിപാടിയായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഇതിനൊക്കെ ശേഷം സന്ദീപ് വാര്യർ എപ്പോഴാണ് കാണുന്നത്. ഞാൻ ചോദിച്ചു സന്ദീപ് വാര്യരോട്, അല്ല നിങ്ങളതേ പിന്നെ CPM-ൽ പോകുന്നു എന്നൊക്കെ കേട്ടല്ലോ. അപ്പൊ സന്ദീപ് വാര്യനോട് പറഞ്ഞു, അതെങ്ങനെ നടക്കും ഷാജി? ഒരു ചേഞ്ച് വേണ്ടി വരുന്ന BJP ഇതാണ്. പിന്നെ CPM-ൽ പോയിട്ട് ഒരു ചേഞ്ച് ഫീൽ ചെയ്യേണ്ടതാണ്. എന്ത് ചേഞ്ച് ഫീൽ ചെയ്യാൻ? അതേ കത്തി, അതേ ചോര, അതേ വെറുപ്പ്, അതേ വിദ്വേഷം, അതേ മനുഷ്യത്വരാഹിത്യം, ഇതല്ലേ എവിടെയുള്ളത്? പിന്നെ എന്തിനാണ് ഞാൻ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നതാണ്, വേറെ CPM-ലേക്ക് പോകുന്നത് എന്നാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്. ഒറ്റക്കാര്യം ഞാൻ CPM-കാരോട് പറയട്ടെ, സഖാക്കൾ ആത്മാർത്ഥതയോടെയാണ് ഇടതുപക്ഷം നിൽക്കുന്നതെങ്കിൽ ഈ കളി നിങ്ങൾക്ക് ഗുണമല്ല. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഇത് അപകടമാണ്. CPM-കാരാ, വയനാട്ടിൽ നിങ്ങൾ പറഞ്ഞല്ലോ രാഹുലിന് പ്രിയങ്കയ്ക്ക് വോട്ട് കൊടുത്തവർ മുസ്ലിം തീവ്രവാദികളാണ്. കിടക്കട്ടെ, എന്നാൽ നിങ്ങൾ പറയാത്ത ഒരു കണക്ക് ഞാൻ നിങ്ങളോട് പറയാം. വയനാട്ടിലെ 175 ബൂത്തില്, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലല്ല, വയനാട്ടിലെ 175 ബൂത്തില് കോൺഗ്രസ് UDF-ന്റെ സ്ഥാനാർത്ഥികളുടെ തൊട്ട് താഴെ BJP-യാണ്. CPM മൂന്നാമതാണ്. വയനാട്ടിലെ